കേരള കോൺഗ്രസ് LDF വിടുമോ? ആ ചർച്ചയ്ക്ക് അവർ മറുപടി പറയുന്നു. പക്ഷെ കേരള കോൺഗ്രസ് എങ്ങനെയാണ് LDFിൽ എത്തിയത് എന്ന് നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കിയാലോ. KM മാണിയുടേത് കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദപരമായ നിലപാടാണ്. കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിച്ചിരിക്കുകയാണ്, കോൺഗ്രസിനെ അപമാനിച്ചിരിക്കുകയാണ്, UDFിനെ അപമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. സംസ്ഥാന UDF സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് UDFിൽ തുടരാൻ അർഹതയില്ല എന്നതാണ് UDF നേതൃത്വമെടുത്ത തീരുമാനം. UDFിൽ നിന്നും കേരള കോൺഗ്രസിനെ പുറത്താക്കിയ സമയത്തെ പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടില്ല. അന്ന് തൃശങ്കുവിൽ ഏറിൽ നിന്ന കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചതും അർഹമായ പ്രാതിനിധ്യം നൽകിയതും കൂടെ നിർത്തിയതും LDF ആണ്. അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരിയാണ്. കേരള കോൺഗ്രസിന് അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാനാകും. ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാൻ പാല മാറി കൊടുക്കാമോ എന്ന് ചോദിച്ചതിനാണ് മാണി സി കാപ്പൻ LDFിൽ നിന്നും UDFിലേക്ക് പോയത്. കേരള കോൺഗ്രസ് ജയിച്ച റാന്നി സീറ്റ് CPMന്റെ ഷുവർ സീറ്റ് CPM അവർക്ക് നൽകിയതാണ്. അപമാനിച്ച് ആട്ടിയിറക്കി വിട്ട UDFിന് മുന്നിൽ നിവർന്നു നിന്ന് അഭിമാനത്തോടു കൂടി കേരള കോൺഗ്രസ് എന്ന് പറയാൻ കൂടെ നിന്നത് CPMും LDFുമാണ്. മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയാണ്. അധികാരം ലഭിച്ചപ്പോൾ CPMനും CPIക്കും കൂടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും എല്ലാവർക്കും കൃത്യമായ പരിഗണന നൽകിയത് CPMും LDFുമാണ്. UDFിലെ പോലെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPMനേക്കാളും സീറ്റിൽ മത്സരിച്ചത് കേരള കോൺഗ്രസ് ആണ്. പോകണോ വേണ്ടയോ എന്ന് കേരള കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അപമാനിക്കുകയും ഒഴിവാക്കുകയും ചെയ്തപ്പോൾ കൂടെ നടന്നത്, കൈ തന്നത് LDF ആയിരുന്നു.